അത്ര കോച്ചല്ലേ കോച്ച്, ഒരു ടീമിന്റെ ബാക്ക് ബോൺ. എക്സ്പീരിയൻസ്ഡ് ആണ് കോച്ച്, അവര് പറയുന്ന കേട്ട് അനുസരിച്ച് കളിക്കുക കേട്ടോ. പുള്ളി എങ്ങനെയാ ചത്തത് ഇങ്ങനെ ചോദിക്കോ? ബ്ലൂ നോക്ക് ഫിനിഷ് കോച്ചാനെ. 1 HP ரெண்டு ஷாட் கன் ஷாட் அடி. ப்ளூ கண்டெய்னர் பின்னாடி ஹி இஸ் ரொட்டேட்டிங். நைஸ் அண்ணா பேக்ல ലാസ്റ്റ് ഓവർ വെട്ടറാ. അത്രയുള്ള പൊക്ക് എപ്പിക് സ്റ്റാർട്ട്. അത്രയുള്ള ഏതാളിയാ എൻട്രി. വെട്ടിക്കൊന്നടാ. എടാ കോച്ചിനെ പോയി പൊക്കടാ. കണ്ണാപ്പി പെട്ടെന്ന് UPS-ന്റെ ഓ എന്റെ കീക്കി അടിച്ചായിരുന്നു. வேற பில்டிங் போடா. ஏன்டா இங்க வர? நான் தான் இங்க லூட் பண்றேன். എല്ലാരും ഇങ്ങനെ ഒരു ബിൽഡിംഗ് കേറാതെ. Coach, why you selfish character, coach? Why you selfish character? അടിക്കേ വീണ്ടാത്തണ്ടേ. Nice. ഏത് വീടല്ല ஆப்போசிட்ல அடிச்சு. இவன் இன்னும் வீட்டுக்குள்ள தான் இருக்கான். ഇതാണ് ഇതിനകത്ത് ഇറങ്ങിയിടുന്ന. നൈസ് ഒക്കളാളിയാ. കൊറേ ലൂട്ട് കാണും അവന്മാരുടെ കയ്യില്. നിന്നെ പൊക്കിക്കൊണ്ട് എന്റെ ലൂട്ട് പോയി. ഡ്രസ് Crossing eagle. എന്ത് ஃபிளாஷ் நேட் ஏதாச்சும் இருக்காடா யூட்டல்? ഒന്നുമില്ല കോച്ച്, ഒന്നും കിട്ടിയില്ല. നോ കോച്ച്. நான் ஃபேக் பண்றேன் ஸ்மோக் வச்சு. someone peek, okay? ரெடியா? വാ ഉള്ള വാ പോ. എന്റെ അമ്മോ താഴെ വന്നേ രണ്ടുപേര് കേറി വന്ന മുട്ടയിഞ്ഞു. ഫിനിഷ് ചെയ്തണ്ണനെ. ചിരിക്കണോടാ കണ്ണാപ്പി. അതല്ല കോച്ചിന്റെ കളി. കഴിവില്ലാത്ത കൊള്ളാൻ ഇങ്ങനെ ആടാ പോയി, ഇങ്ങനെയാണ് മനസ്സിലായോ? എന്നൊക്കെ അരമണിക്കൂർ സ്പെക്കിൽ കയറി ഇരുന്നവനല്ലടാ. സുഖം ഉണ്ടാവും, കുഴപ്പമില്ല. ചിരി അയ്യോ അണ്ണാ അണ്ണനെ ഫിനിഷ് ചെയ്ത് വിട്ടോന്നാ ചോദിച്ചത്. ആണോ? സാധാരണ നീ അതാണ് നിന്റെ കോൺവെർസേഷൻ. സാധാരണ നീ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്നിട്ട് ആളുകൾ ചോദിക്കോ പുള്ളി എങ്ങനെയാ ചത്തത് ഇങ്ങനെ ചോദിക്കോ? നോർമൽ കോൺവെർസേഷൻ അങ്ങനെയാണോ? അപ്പാർട്ട്മെന്റ് കുത്തിയങ്ങ് പോയി ഈ മൂച്ചില്. അവന്മാർക്ക് അത്ര ഇതില്ലടാ. വേണ്ടല്ലേ, കൊച്ചു പിള്ളേരല്ലേ. അവരുടെ വെടി ശബ്ദം കേട്ടിട്ട് എന്തോ പോലെ എനിക്ക് അരോചകല്ലേ. ഞാൻ അവന്മാരെ ചുമ്മാ അൺഇൻസ്റ്റാളൊക്കെ ചെയ്യിപ്പിക്കണ്ടല്ലേ. ശരിയാ നമ്മുടെ ചില ഷോട്ട് പിള്ളേര് കളിക്കട്ടാ. ഇങ്ങനെയൊക്കെ അല്ലേ അവര് കളി പിടിക്കുന്നേ. കളി പിടിക്കട്ടെ. നവൽ മുഹമ്മദ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഖത്തർ 7.9. എന്നാ കണ്ണാപ്പി അടിച്ചു കൊല്ല്, തലവേദന എടുക്കുന്നു. ഇല്ല ബ്രോ, എന്റെ സ്ക്വാഡിലെ മെമ്പർ ആണ് ബ്രോ. അത്രേ ഉള്ള ഏതാ അത്രേ ഉള്ളു. പൈസ ഒന്നുമില്ലെങ്കിൽ പേര് എഴുതി വെച്ച് തൂങ്ങും. ഇങ്ങനെ കൊണ്ട് നിർത്തരുത്. ഇപ്പൊ ഇവിടെ ആളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ജപ്പാൻ പ്ലെയറല്ലേ കോച്ച്. അവര് എക്സ്പീരിയൻസ്ഡ് ആണ് കോച്ച്, അവര് പറയുന്ന കേട്ട് അനുസരിച്ച് കളിക്കുക കേട്ടോ. മിസൈൽ ഉണ്ടാണ്, എടുത്ത് വെക്കട്ടോ. ലെവൽ 3 ബാഗ് കിടക്കുന്നേ.
അതെടുക്കാം 6x കിടക്കുന്നു. ബോബോയ് നീ എവിടെ? മാർക്ക് നമുക്ക് ആ കോമ്പൗണ്ട് ഒളിച്ചിരിക്കാം, കോച്ച് വരും വരട്ടെ. നിങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ കോമ്പൗണ്ടിലങ്ങ് ഇറങ്ങണ. ഓക്കേടാ കണ്ണാപ്പി, ഓ പറയുന്ന പോലെ കോടതിയാണല്ലോ. കോച്ച് താഴത്തേക്കോട്ട് ഒരു ബൈക്കല്ലേ എണ്ണ വരുന്നേ? ഇറങ്ങണ്ട, മേളിൽ തന്നെ നിന്നാലാ. ബോബോയ് പെട്ടെന്ന് തോക്കെടുത്തോളാ. നമ്മളെത്തി. ഒന്ന് ഹോൾഡ് ചെയ്താ മതി. ഞാനാണല്ലോ അവരെ വെടിവെക്കാൻ പിടിച്ചിരുത്തണേ. കണ്ണാപ്പി കുറച്ച് 7 പോയിന്റ് ഒക്കെ എടുത്ത് വെക്കണേ. അയ്യോ അണ്ണ എന്റെ 7 പോയിന്റ് ഇല്ല കേട്ടോ. രണ്ട് 7 പോയിന്റ്. ഞാൻ തോക്കെടുത്ത് അണ്ണ 7 പോയിന്റ് എടുക്കാൻ മറന്നുപോയി. കോച്ച് ഇനി നമുക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കോച്ച്. കോച്ചിന്റെ ഉള്ളിൽ ആ ഫയർ എനിക്ക് വേണം. നമ്മടെ വേണ്ടേ? ரைட்ல வரானா பாரு. வந்துட்டான் கண்ணாப்பி. കണ്ണാപ്പി മീ ബ്രോ, നോട്ട് മീ ബ്രോ ആണ് ഇവന്റെ കൂടെ. കണ്ണാപ്പി എനിക്ക് ബോബോയെ പിന്നെയും സഹിക്കാൻ പറ്റുന്നുണ്ട്. അവന് വലിയ കൊണ പറയത്തില്ല, കളി ഇല്ലെങ്കിലും അവൻ വലിയ കൊണ പറയത്തില്ല. അവൻ അതിൻ്റെതായിട്ടുള്ള കാര്യത്തിലേക്ക് നിന്നോളും. പക്ഷെ ഇവൻ അങ്ങനല്ല. ഇവന്റെ വിചാരം ഉണ്ടല്ലോ, അല്ല ഇവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവൻ എന്തോ ഇന്റർനാഷണൽസ് ഒക്കെ കളിച്ച് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഒരാളെ പോലെ ഇവന്റെ ബിഹേവിയർ. സ്ട്രീം എൻഡിൽ കണ്ണാപ്പി ബോബോയിനെ കൊന്ന് അണ്ണൻ ജയിലിൽ പോകുന്നു, കോച്ച് കളി വെറുത്ത് റിട്ടയർ ചെയ്യുന്നു, അബ്സല്യൂട്ട് സിനിമയെന്ന് ഈനാം വെച്ചിട്ട് കോച്ചിന് ഏത് കളിയത് മറന്നു വരെ പോയി. കോച്ച് എന്താ കോച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? കോച്ചല്ലേ കോച്ച്, ഒരു ടീമിന്റെ ബാക്ക് ബോൺ. കോച്ച് ഫുൾ ടൈം ഇങ്ങനെ വെള്ളം എടുക്കാൻ പോയി. ഇങ്ങനെ ആയാലും ഇങ്ങനെ ടീം കോച്ച്. ഇനി നമ്മുടെ കളിയില്ല കൊണ മാത്രം. അല്ല കൊണയില്ല കളി മാത്രം. ബോബ ഇനി കൊണയില്ല കളി മാത്രം.